ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 72/2025 ഡിഗ്രി പ്രിലിം ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൽ ആൻസർ വരുന്നത് എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഡി ആണ് വരുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. 1498 മെയ് മാസത്തിൽ വാസ്കോ ഡ ഗാമ കോഴിക്കോടെത്തി. 1500 പെദ്രോ അൽവാരസ് കബ്രാലിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വാസ്കോ ഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ ഒരു സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. എല്ലാം അപ്പോൾ ശരിയാണ്. 1497 മെയ് മാസത്തിലാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോടെത്തിയത്. 1500 പെദ്രോ അൽവാരസ് കബ്രാലിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 ഗാമയുടെ രണ്ടാമത്തെ വരവ്. പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലത്തിരിമാരുമായിട്ട് അവർക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. സ്ഥിരവും തുടർച്ചയായിട്ടുള്ളൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ആരെയാണ്? ആൻസർ വരുന്നത് സി ആണ്, ഡച്ചുകാർ. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചനകളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്താനെന്നാണ് വരുന്നത്. ഇതിൽ ആൻസർ എ ആണ് വരുന്നത്, അതായത് 1, 3 ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് വാൻഡ്രീഡിൻ്റെയാണ്. ഹെൻട്രിക് വാൻഡ്രീഡ്. മാമാങ്കം കിളിപ്പാട്ട് കാടഞ്ചേരി നമ്പൂതിരി. പെരുമാൾ തിരുമൊഴി ആരുടെയാണ്? കുലശേഖര ആൾവാറിൻ്റെയാണ്. തുക്ഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറി വാൻഡ്രീഡ്, മാമാങ്കം കിളിപ്പാട്ട് കാടഞ്ചേരി നമ്പൂതിരി, പെരുമാൾ തിരുമൊഴി, കുലശേഖര ആൾവാർ, തുഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ. അടുത്ത്, കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഇതിൽ ആൻസർ വരുന്നത് 1, 3 ആണ് ശരി. അതായത് ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി, KR ഗൗരിയമ്മ ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. സി ആണ് ആൻസർ. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബറാണ്. അക്ബർ നടപ്പിലാക്കിയ സമ്പ്രദായമാണ് മൻസബ്ദാരി സമ്പ്രദായം. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബി ആണ് ആൻസർ. താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമപ്പെടുത്താനെന്നാണ് പറയുന്നത്. ഇതിൽ 3, 1, 4, 2 എന്ന ക്രമത്തിലാണ് വരുന്നത്. ആദ്യം വരുന്നത് 3 ആണ്, ബംഗാൾ വിഭജനം. സെക്കൻഡ്, റൗലറ്റ് ആക്ട്. തേർഡ്, നെഹ്റു റിപ്പോർട്ട്. ഫോർത്ത്, ഗാന്ധി ഇർവിൻ പാക്ട്. അടുത്ത എന്താ? 20 പരിപാടി കൊണ്ടുവന്നത് ആരാണ്? 20 പരിപാടി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്താനെന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് ഡി ആണ്. എ. സ്റ്റാമ്പ് ആക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സ്റ്റാമ്പ് ആക്ട് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം. അടുത്തത് ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവമാണ്. പിന്നെ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്രസ്റ്റ് ലിറ്റോസ്ക് ഉടമ്പടി റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? സ്റ്റാമ്പ് നിയമം അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബിൽ ഓഫ് റൈറ്റ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ബ്രസ്റ്റ് ലിറ്റോസ്ക് ഉടമ്പടി എന്തുമായിട്ട്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്ന നേതാക്കൾ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചവർ ആരെല്ലാമാണ്? ആൻസർ വരുന്നത് ബി ആണ്, 1, 3. അതായത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചവർ ആരെല്ലാമാണ്? അതിലെ നേതാക്കളാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിലും. അടുത്ത്, താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ
ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? ഡെൽറ്റ രൂപപ്പെടുത്തുന്നത് ഇതിൽ ഏതാണ്? നദികളുടെ നിക്ഷേപമാണ്. സി ആണ് ആൻസർ, നദികളിലെ നിക്ഷേപം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിന്റെ ലംബ വ്യത്യാസം. തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിന്റെ ലംബ വ്യത്യാസമാണ്. ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുള്ള് വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുള്ള് വനങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ ഉഷ്ണമേഖലാ മുള്ള് വനങ്ങൾ കാണപ്പെടുന്നത്. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നവയാണ്? ഏതാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകളെ സംരക്ഷിക്കുന്നതാണ്. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ 2 പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും. നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും. അടുത്ത ക്വസ്റ്റ്യൻ, വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധന സൂചിപ്പിക്കുന്നത്? എന്തിനാണ്? വരുമാന അസമത്വം വർദ്ധിക്കുന്നു. വരുമാന അസമത്വം വർദ്ധിക്കുന്നതാണ് വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ്. ക്യാഷ് റിസർവ് അനുപാതം അതായത് CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായി ലക്ഷ്യമിടുന്ന എന്തിനെയാണ്? ദ്രവ്യത വർദ്ധിപ്പിക്കൽ. ദ്രവ്യത വർദ്ധിപ്പിക്കലാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷ് നോക്കുന്നതാണ് ബെറ്റർ. ദ RBI's decisions to reduce the cash reserve ratio primarily aim at എന്താണ്? increasing liquidity. A simultaneous rise in GDP and fiscal deficit suggests ഏതാണ്? Government is following expansionary fiscal policy. GDP-യിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്ന എന്താണ്? സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു എന്നുള്ളതാണ്. അടുത്ത്, സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? HDI ആണ്. HDI. അടുത്ത്, വാദം 1, നീതി ആയോഗ് താഴെ തന്നിട്ടുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. കാരണം സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. ഇതിലെ A ശരിയാണ്, പക്ഷേ R തെറ്റാണ്. നീതി ആയോഗ് താഴെ തന്നിരിക്കുന്ന താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് ശരിയാണ്. അടുത്തത്, പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അത് 22. ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷനാണ് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ്. ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ് ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ. അടുത്ത 23. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. ഇനി, പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? 6 മാസത്തിനുള്ളിലാണ്. 6 മാസക്കാലത്തിനുള്ളിൽ പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ തെരഞ്ഞെടുപ്പ് നടത്തണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ ഉൾപ്പെടാത്തത്? അത് ഓപ്ഷൻസ് വായിക്കാം. ഇന്ത്യയുടെ പരമാധികാര, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുള്ള മനോഭാവം വികസിപ്പിക്കുക. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും ഉറപ്പാക്കുക. ഇതിൽ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് 4 മാത്രം.
4 മാത്രം എന്നുള്ളതാണ്. അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഭാഗം 20ലാണ്. ഭാഗം 20. അടുത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? 52ാം ഭേദഗതി. 52ാം ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിക്കുന്നത്. താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ആൻസർ ആണ് ഗോലഖ്നാഥും മറ്റുള്ളവരും പഞ്ചാബ് സംസ്ഥാനവും 1967. അടുത്ത 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? 73ാം ഭേദഗതി ആർട്ടിക്കിൾ 40 ആർട്ടിക്കിൾ 40ലാണ് 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 40ൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. 73ാം ഭേദഗതി. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്ന് അറിയപ്പെടുന്ന കൃതി ഏതാണ്? മേഘദൂതമാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? വർത്തമാന പുസ്തകമാണ്. വർത്തമാന പുസ്തകം. അത് ദ്വിതീയ അക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതിയാണ് മേഘദൂതം. ദ്വിതീയ അക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതിയാണ് മേഘദൂതം. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുവർചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർചിത്രത്തിന്റെ വിഷയം എന്തായിരുന്നു? ഗജേന്ദ്രമോക്ഷം. അടുത്ത കേരള കലാമണ്ഡലത്തിലെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? മലയാള കവി ഏതാണ്? വള്ളത്തോൾ. എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ഏതാണ്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പ്. രണ്ടാമൂഴം ആരുടെയാണ്? രണ്ടാമൂഴം MT വാസുദേവൻ നായർ. ഒരു ദേശത്തിൻ്റെ കഥ SK പൊറ്റക്കാട്. കയറാണെങ്കിൽ തകഴി. ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പ്, രണ്ടാമൂഴം MT വാസുദേവൻ നായർ, ഒരു ദേശത്തിൻ്റെ കഥ SK പൊറ്റക്കാട്, കയർ, തകഴി. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിൻ്റെ പേരെന്തായിരുന്നു? രാജ്യസമാചാരം. ഇല്ലിക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് 1847. ഇനി 37 കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം ഏതായിരുന്നു എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകം ഏതായിരുന്നു? കാറൽമാൻസ് ചരിതമാണ്. കാറൽമാൻസ് ചരിതം. സി ആണ് ആൻസർ. ബോഗി എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഫാണ്. ഗോൾഫുമായി ബന്ധപ്പെട്ട. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? എബ്രഹാം റീഡ് ആയിരുന്നു. 2028 സമ്മർ ഒളിമ്പിക്സ് ഏത് നഗരം ആതിഥ്യം വഹിക്കും? 2028 ലോസ് ഏഞ്ചൽസ്. CPU-നോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഏതാണ്? CPU-നോട് ഏറ്റവും അടുത്ത് വയ്ക്കുന്നതും ഏറ്റവും വേഗതയേറിയത് ഇതിൽ ക്യാഷ് മെമ്മറിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലിനക്സ് ആണ്. ഉയർന്ന ബാൻഡ്വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യലാണ്. അടുത്ത അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നത് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? സെക്ഷൻ 67 ആണ്. അടുത്തത്
മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം വരും ഈ മുകളിൽ പറയുന്നത്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റാണ്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റ് 1987 ഒപ്പിട്ടു. മുകളിൽ പറഞ്ഞതല്ല. ഇനി താഴെ പറയുന്ന അത് ക്യാൻസലായിരുന്നേ. 47ാമത്തെ ക്വസ്റ്റ്യൻ താഴെ ക്യാൻസലായിരുന്നു. അടുത്ത ജൈവ വൈവിധ്യത്തിൽ ഇൻസിറ്റു സംരക്ഷണത്തിൻ്റെ രീതികൾ എന്താണ്? 3, 4 നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും നാഷണൽ പാർക്കുകളും സാഞ്ചുറികളും. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കുമാണ്. അതായത് 2 മാത്രം എ. ഇനി യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്ന ഏത് മൂലകത്തിൻ്റെ കൊണ്ടാണ് യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത്? 1ഉം 2ഉം ഫോസ്ഫറസും നൈട്രജൻ്റെയും കൂടുതൽ കൊണ്ടാണ് യൂട്രോഫിക്കേഷൻ. ഫോസ്ഫറസ്, നൈട്രജൻ എന്നീ മൂലകങ്ങൾ കൂടുമ്പോഴാണ് യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത്. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ പറഞ്ഞു. 51ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 52 ഡി, 53 എ ആണ്. 54 സി, 55 എ ആണ്. 56 ക്യാൻസലായിരുന്നു. 57 സി. അടുത്ത 58 എ ആയിരുന്നു. 59 ക്യാൻസലായിരുന്നു. 60 എ. 61 എ ആണ്. അടുത്തത് 62ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 62 ഡി ആണ്. 63 ബി, 64 സി, 65 സി, 66 എ, 67 ബി, 68 ഡി, 68 ബി, 69 ഡി, 69 ഡി, 70 സി ആണ്. 70 സി. അടുത്തത് ഇംഗ്ലീഷ് ആണ്. 70 കിലോമീറ്റേഴ്സ് ഡാഷ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി. ഈസ് ആണ് 70 കിലോമീറ്റേഴ്സ്. കിലോമീറ്റേഴ്സ് എന്നൊക്കെ വരുമ്പോൾ സിംഗുലർ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് ഷീ ഈസ് എൽഡർ ടു ആണ് വരുന്നത്. ടു ഹെർ യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. ഇതിൻ്റെ സി ആണ് വരുന്നത്. അടുത്ത ചേഞ്ച് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച്. ഹീ സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമോറോ. ബി എ ആണ് വരുന്നത്. ഹീ പ്രോമിസ്ഡ് ദാറ്റ് ഹീ വുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക് ദി നെക്സ്റ്റ് ഡേ. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഫോണിക്സിൻ്റെ ആണ്. FHOENIX ആണ്. ഫിനിക്സ് എന്നാണ് ഇതിന് പറയുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത്. FPHOENIX. If you had studied well, you dashed the examination. You would have passed. Kids are fond dash games. Off ആണ് fond of. The idiom a red letter day. Very important day ആണ്. I came across a dash of girls in the park. ഇത് ക്യാൻസൽ ആയിരുന്നു. The word scapegoat. A person blamed for someone else's wrongs. Opposite of extravagant. Extravagantന്റെ ഓപ്പോസിറ്റ് എന്താണ്? thrifty ആണ്. The expression sine qua non means
ആൻ എസെൻഷ്യൽ കണ്ടീഷൻ. ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ്. ഇതിൽ കറക്റ്റ് സെൻറ്റൻസ് ഏതാണ്? ബി ആണ്. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഫൈൻഡ് ദി പാസീവ് വോയിസ് ഓഫ് വെൻ ഡിഡ് യു ബൈ ദി ബോട്ട്. വെൻ വാസ് ദി ബോട്ട്. ചൂസ് ദി സിംഗുലർ ഓഫ് ഡേറ്റ. ഡേറ്റ എന്നുള്ളതിൻ്റെ സിംഗുലർ ഫോം എന്താ? ഡേറ്റം. There is little water in the glass means there is little water in the glass എന്ന് വെച്ചാൽ there is very little. ലിറ്റിൽ എന്നാണോ? അതുകൊണ്ട് വളരെ കുറച്ച്. very little water in the glass. The phrasal verb put off. put off എന്ന് വെച്ചാൽ എന്താണ്? put off. put off എന്ന് വെച്ചാൽ postpone something, മാറ്റി വെക്കുക എന്നുള്ളതാണ്. It may take time to dash to new situation. എന്താണ് വരുന്നത്? അഡാപ്റ്റ് ആണ്. ADAPT അഡാപ്റ്റ്. കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് അരുൺ. വേഴ്സ് ആണ്. വേഴ്സ് ബി ആണ്. ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ. ഹാഡ് ലെഫ്റ്റ് ആണ്. അടുത്ത് മലയാളമാണ്. ശരിയായ പദം കണ്ടെത്തുക. ശിപാർശയാണ്. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം എന്താണ്? ടു ലുക്ക് ബ്ലൂ വിഷണ്ണനാവുക. സർവം ആത്മാവായി കരുതുന്നവനാരാണ്? സർവം ആത്മയാജിയാണ്. മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതമാണ് മുഖ്യം ഗൗണം. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. തെറ്റായ വാക്യം ഏതാണ്? ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എന്തുവാണ്? പാമ്പ്. വിലേശയം. വെണ്മ എന്ന പദം പിരിച്ചെഴുതുക. വെണ്മ. വെള് പ്ലസ് മായാണ്. അപ്പം ഇത്രയായിരുന്നു ആൻസർ. ഇത് ഞാൻ ക്വസ്റ്റ്യനും ആൻസറും മാത്രമായിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനിയുള്ള സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. താങ്ക് യു.